ഇളമ്പൽ ക്ഷേത്രത്തിൽ അക്രമം നടത്തിയ സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ രംഗത്ത്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് പോലും വെളിയിൽ ഇറങ്ങാൻ വയ്യാത്ത കണ്ടിട്ടാണ്. ഇളമ്പ സ്കൂളിൻ്റെ ആ ഭാഗത്ത് ഒരു കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സ്കൂളിൽ മദ്യവും ചില കാര്യങ്ങൾ കൊണ്ടുവച്ചുകൊണ്ട് തന്നെ ആ സ്കൂളിലെ കുഞ്ഞു കുട്ടികൾ വെള്ളം കുടിക്കുന്ന ആ ടാപ്പുകൾ മൊത്തം നശിപ്പിച്ചു. അത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അജുകുമാർ വേണ്ടി പോലീസിൽ പരാതിപ്പെടുകയും പല പ്രശ്നങ്ങളിൽ ഇവർ തന്നെയാണ് ഇത് ചെയ്യുന്നത് മൊത്തം. തിങ്കളാഴ്ച രാത്രിയിലാണ് ഇളമ്പൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാമൂഹ്യ വിരുദ്ധർ അക്രമം അടിച്ചുവിട്ടത്. അക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പുനലൂർ പോലീസ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൽ ഈ സാമൂഹ്യ വിരുദ്ധർ അവിടെ കയറി ആ നന്ദന സന്തോഷ് കുമാർ, ബിജുകുമാർ തുടങ്ങി ഈ ക്ഷേത്ര കമ്മിറ്റിയിലെ അംഗങ്ങളെ മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് ഊർജിതമായി അന്വേഷണമൊക്കെ നടത്തി പരിക്കേറ്റവരെ ഞങ്ങൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. നിരന്തരമായി ഇവരുടെ ആക്രമണം ഒരു വലിയ ശല്യമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൊടിമരങ്ങൾ നശിപ്പിക്കുക, മറ്റ് ഏത് പരിപാടി നടത്തിയാലും അതെല്ലാം അലങ്കോലപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ മുഖ്യമായ ലക്ഷ്യം. കർശനമായി നിയന്ത്രിച്ച് ഇളമ്പള്ളിയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം ഇവർക്കുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് PS മുരളി, സെക്രട്ടറി K ശശികുട്ടൻ, ഉത്സവാഘോഷ സംഘാടക സമിതി അംഗങ്ങളായ K പ്രസാദ്, R രാജഗോപാലൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.